തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതി വരുത്തുന്നത് അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയിലും ലൈസൻസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ടിലൂടെ 2016 മുതൽ തുടക്കം കുറിച്ചതാണ് ആ പ്രോസസ്സ്. അത് ഇനിയും തുടരുകയാണ്. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഭേദഗതി വരുത്തുകയാണ്. അത് നാളെ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 106 ഭേദഗതികൾ വരുത്താൻ ഉള്ള പ്രക്രിയ അതിന്റെ അന്തിമഘട്ടത്തിലാണുള്ളത്. നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ സങ്കീർണതകളിൽ നിന്നും, ഊരാക്കുടുക്കുകളിൽ നിന്നും, ചുവപ്പ് നാടയിൽ നിന്നും അതിനെ മോചിപ്പിക്കുക എന്നത് ഈ സർക്കാരിന്റെ ലക്ഷ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും അതിനൊപ്പം വരണം, സഞ്ചരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരാണ്? തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവരുടെ വരുമാനമാണ് ഗണ്യമായിട്ട് വർദ്ധിക്കുക. അത് നമ്മൾ പ്രത്യേകമായൊരു സെഷനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാർച്ച് 30-നുള്ളിൽ മാലിന്യമുക്ത നവകേരളം കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. 40 ദിവസത്തിനുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യമുക്ത പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണമെന്നും ഇല്ലെങ്കിൽ സർക്കാർ നേട്ടത്തിനൊപ്പം എത്താത്ത അപരിചിതർ എന്ന മുദ്ര നേരിടേണ്ടി വരുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. നവംബർ 1-ന് ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോകുകയാണെന്നും 18,000 കുടുംബങ്ങൾ മാത്രമാണ് സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. N.K. അക്ബർ MLA അധ്യക്ഷനായിരുന്നു. മേയർമാരായ M.K. വർഗീസ്, മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷം ബുധനാഴ്ച സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. TC വിനോസ്, തൃശൂർ.